മണ്ണൂർ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് അതിഥിയായി പാണക്കാട് തങ്ങളെത്തി. പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളാണ് ഇക്കുറി മണ്ണൂർ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിൽ സമൂഹ സദ്യയിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലെത്തിയത്. മതേതരത്വത്തിന്റെ യഥാർത്ഥ മലപ്പുറം, അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര്. പണ്ഡിതനാണെന്നാ തോന്നുന്നത് കേട്ടോ. ഷവർമ്മക്ക് പുതിയൊരു പര്യായം. എന്തായാലും മൊത്തം വർമ്മകളെ നല്ല അങ്ങനെ വഴിക്കുക. അതായത് അറബി ഫുഡ് ആയിട്ടുള്ള ഈ ഫുഡ് ഇത് മുസ്ലിങ്ങളുടെ ഫുഡാണ്. ഈ മുസ്ലിങ്ങളൊന്നും ഇത് കൊള്ളാം ഇത് കഴിച്ച് മരിക്കണമെന്ന് മുഴുവൻ ആളുകളുടെ മരണം അറബി തങ്ങിന്റെ അക്ഷരമുണ്ടെന്ന് തോന്നുന്നത് മുഴുവൻ കേൾക്കാം. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായിരുന്നു. അങ്ങനെ വഴിക്കുക. ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. ഇപ്പം ഞാൻ ഈ വീഡിയോ തുടക്കത്തിൽ തന്നെ വെച്ചത് അത് നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയാണ്. എന്താണ്, നമ്മുടെ നാട്ടിൽ മുഴുവൻ ഓടി നടക്കുകയാണ് മതമൈത്രിക്ക് വേണ്ടി. ആര്? നമ്മുടെ പാണക്കാട് തങ്ങൾ കുടുംബം. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയൊക്കെയാണോ ഈ ഞങ്ങൾ സെക്കുലറാണ് അഥവാ ഞങ്ങൾ മതേതരവാദികളാണ്, ഞങ്ങൾ ഒരിക്കലും വർഗീയവാദികളല്ല, ഭീകരവാദികളല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ, അതാണ് ഇതര വിഭാഗങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഓടി നടക്കുന്നു. ആര്? മുസ്ലിം ലീഗിൻ്റെ ലീഡർമാരായ പാണക്കാട് തങ്ങൾ കുടുംബം. അതിനു വേണ്ടി അവർ എന്തൊക്കെയാണോ ചെയ്യാൻ, നമ്മൾ പറയുമല്ലോ സായിപ്പിൻ്റെ മുമ്പിൽ കവാത്ത് മറക്കുക. അപ്പോൾ എന്തിനു വേണ്ടിയാണ് സായിപ്പിൻ്റെ മുമ്പിൽ കവാത്ത് മറക്കുക എന്ന് പറഞ്ഞാൽ? സായിപ്പിനെ തൃപ്തിപ്പെടുത്തുക. നമ്മൾ എന്ത് തന്നെ ആയാലും അതിലൊരു അർത്ഥമുണ്ട്. സായിപ്പിനെ നമ്മൾ എന്ത് തൃപ്തിപ്പെടുത്തിയിട്ടും കാര്യമില്ല. സായിപ്പിൻ്റെ പ്രധാന പ്രശ്നം നമ്മളുടെ ഇസ്ലാമാണ്. അതാണ് ആരിഫ് ഹുസൈനും ജാമിദയും ജബ്ബാറും പറയുന്നത്. ഇസ്ലാമാണ് പ്രശ്നം, മുസ്ലിങ്ങളല്ല. മുഹമ്മദാണ് പ്രശ്നം, ഖുർആനാണ് പ്രശ്നം, ഇസ്ലാമാണ് പ്രശ്നം. അതുകൊണ്ടാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇത്രയേറെ രൂക്ഷമായ വിമർശനങ്ങൾ. ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായിരുന്നു. ഇവരാണ് ഈ സമുദായത്തെ ഇപ്പൊ പറയിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. വെറുതെ അങ്ങോട്ട് പറയല്ല. കാരണം ഒരു അന്തസ്സുള്ള സമൂഹമാണ് ഇസ്ലാം. ഇത് വളരെ എന്താ പറയുക, തീയിൽ കുരുത്തതാണ് ഇസ്ലാം. ആരെയും കണ്ടു വളർന്നു വന്നതല്ല. അള്ളാഹുവിൻ്റെ റസൂല് പരിശുദ്ധമായ മക്കയിലേക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടപ്പോൾ സർവശക്തനായ അള്ളാഹു അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു മുൾക്കിരീടം എടുത്ത് വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എല്ലാ നബിമാരും അങ്ങനെ തന്നെ. അവരെ ആരും സ്വീകരിച്ചിട്ടില്ല, ആരും അവർക്ക് കൊടുത്തിട്ടില്ല, അവർക്ക് ലൈക്കും അവർക്ക് ഷെയറും അവർക്ക് ഇതൊന്നും ചെയ്തിട്ടില്ല, അവരെ സന്തോഷപ്പെടുത്തിയിട്ടില്ല. ഇന്ന് കാണുന്ന പാണക്കാട് തങ്ങളുമാരും കുടുംബങ്ങളും ആളുകളുടെ ലൈക്കിനും ഷെയറിനും വേണ്ടി കാത്തിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ അങ്ങനെ കാത്തിരുന്നവരല്ല. അങ്ങനെ കാത്തിരുന്നു എങ്കിൽ ആ പ്രവാചകന് മക്ക വിട്ട് മദീനയിലേക്ക് ഒളിച്ചോടി പോവേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. ആലോചിച്ച് നോക്ക്. അപ്പോൾ സത്യത്തിന് വേണ്ടി ആ മാർഗദർശനം ആ പ്രവാചകൻ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ അതാണ് ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദ, സത്യമാർഗവുമായിട്ട് ആ പ്രവാചകനെ നിയോഗിക്കപ്പെട്ടു. അതാണ് ദീനിൽ ഹക്ക്, സത്യസന്ധമായ ഒരു വ്യവസ്ഥിതിയുമായിട്ട്. അപ്പോൾ ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ, സത്യനിഷേധികൾക്ക് അഥവാ വിഗ്രഹാരാധകർക്ക്, അതോടൊപ്പം തന്നെ നിരീശ്വരവാദികൾക്ക്, കുത്തഴിഞ്ഞ് സ്വതന്ത്രവാദികളായ പടുജാഹിലുകൾക്ക്, ഇവർക്കൊക്കെ എന്തുണ്ടാക്കും ആ പ്രവാചകന്റെ ആ വരവ്. അതാണ് ഇന്നും ഈ ജബ്ബാറും ജാമിദയും ഈ ലിയാഖത്തും ആരിഫും പറയുന്നത്. നിങ്ങൾ മുസ്ലിങ്ങളായിക്കോളൂ, ഞങ്ങൾ മുസ്ലിങ്ങളോട് പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ഇസ്ലാം ആവരുത്, നിങ്ങൾ ഖുർആൻ്റെ ആളുകളാവരുത്, മുഹമ്മദിൻ്റെ ആളുകളാവരുത്. അപ്പോൾ മുഹമ്മദിനെയും ഖുർആനെയും ഒഴിച്ച് നിർത്തിയിട്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മുസ്ലിങ്ങളുണ്ടോ ഇസ്ലാമിനെയും? അപ്പോൾ ഈ വിഡ്ഢികൾ പടുജാഹിൽ എന്നിവരെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഒമൈ എബ്തഗി ഒയറൽ ഇസ്ലാം ദീന എന്നാണ്. അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്ന മതം ഇതാണ്. അക്മൽതു ദീനുക്കും അൽയൗമ അക്മൽതു ദീനുക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന.
അതാണ്. അപ്പോൾ മനുഷ്യർക്ക് അള്ളാഹു തൃപ്തിപ്പെട്ട മതമായിട്ടാണ് അള്ളാഹു ഇസ്ലാമിനെയാണ് അവർക്ക് വ്യവസ്ഥിതിയായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് തികച്ചും കൈശൂന്യമായ ഒന്നുമില്ലാത്ത നഷ്ടക്കച്ചവടക്കാർ ആര്? മുഫ്ലിസ് അഥവാ പരലോകത്ത് കൈശൂന്യമായിട്ടുള്ള ആളുകൾ ആര് എന്ന് ചോദിച്ചാൽ ഈ അടിസ്ഥാനപരമായ സത്യമതമായ ഇസ്ലാം അല്ലാത്ത ഒരു മാർഗം സ്വീകരിച്ചവരാണ്. ഇത് പറയുന്നത് വർഗീയതയല്ല, ഭീകരതയല്ല. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ദൈവപുത്രനായിട്ട് യേശുവിനെ സമർപ്പിക്കുന്നുണ്ട്, അല്ലേ? എല്ലാത്തിനും നവോത്ഥാന നായകനായിട്ട് രാമനെയും കൃഷ്ണനെയും സമർപ്പിക്കുന്നുണ്ട്. ആരാണ് അതിനെ എതിർക്കുന്നത്? തീർച്ചയായിട്ടും അവരത് പറയട്ടെ. അവർക്ക് പറയാനുള്ളത് അവർ പറയുന്നു, നമുക്ക് പറയാനുള്ളത് നമ്മളും പറയുന്നു. എന്തിനാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഒരിക്കലും നമ്മൾ പരസ്പരം എന്തിനാണ് അടിയും? ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഫമൻ ഷാഫൽ യൂമിൻ ഒമൻ ഷാഫൽ യക്ഫുർ. പക്ഷേ പഴയ കാലത്ത് അപേക്ഷിച്ചതാണ്. പണ്ടുകാലത്ത് അക്കാലത്ത് പ്രവാചകന്റെ പീഡനകാലം എന്ന് പറയുന്ന അറേബ്യയുടെ കാലത്ത് പോലും ഇന്ന് ലിയാഖത്തും ജാമിദയും ആരിഫും സ്വീകരിക്കുന്ന ഒരു വഴി അവർ സ്വീകരിച്ചിട്ടില്ല. ആ പ്രവാചകനെ സംബന്ധിച്ച് അവർ നുണ പറഞ്ഞിട്ടില്ല. അതാണ്. മറിച്ച് അവർ ആ പ്രവാചകനായ മുഹമ്മദ് നബിക്ക് എന്തോ മാർഗഭ്രംശം സംഭവിച്ചിരിക്കുന്നു, അഥവാ ഫീ ലൊലാലി മുബീൻ, വ്യക്തമായി ഒരു വഴികേടിലെത്തിയിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തോ തലക്ക് സുഖമില്ലാതായിരിക്കുന്നു, മജ്നൂനായിരിക്കുന്നു. അതാണ് എന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ മുഹമ്മദ് നബി ഒരു നുണ പറയുന്നവന്, അല്ലെങ്കിൽ ഒരു സെക്സിലമ്പടൻ, അല്ലെങ്കിൽ ഒരു തോന്നിവാസി, അല്ലെങ്കിൽ ഒരു അക്രമി, ഇതൊന്നും അക്കാലത്ത് ആ മർദ്ദകരായ ആ സമൂഹം പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അക്കാലത്താണല്ലോ പ്രവാചകനെ വ്യക്തമായിട്ട് അറിയുക. ഇന്ന് ലിയാഖത്തും ആരിഫും ജാമിദയും അറിയുന്നതിനേക്കാൾ, ജബ്ബാറും അറിയുന്നതിനേക്കാൾ പരിശുദ്ധമായ ഖുർആനെ കുറിച്ച് വ്യക്തമായ ധാരണയും അറിവും ഉണ്ടായിരുന്നത് അക്കാലത്തെ അറബ് സാഹിത്യം അറിയുന്ന ആളുകൾക്കാണ്. ഇന്നും എന്താണ് ജബ്ബാർ എവിടെ നിന്നാണ് ഖുർആൻ പഠിക്കുന്നത്? ആ ജബ്ബാറിൽ നിന്ന് പഠിക്കുന്നതാണ് ലിയാഖത്തും ആരിഫും ജാമിദയും. എന്താണ് തജ്വീദ്, അതിൻ്റെ സിസ്റ്റം ഇസ്ലാമിക അധ്യാപനങ്ങളിലൂടെ പഠിച്ചാൽ മാത്രമല്ലേ അത് അറിയൂ. അറിഞ്ഞിടത്തോളം ഈ ജാമിദയുടെയും ആരിഫിൻ്റെയും ലിയാഖത്തിൻ്റെയും ജാമിദയുടെയും മതവിദ്യാഭ്യാസം അഥവാ ഖുർആൻ വിജ്ഞാനം എന്ന് പറയുന്നത് കേവലം 3-ാം ക്ലാസ് 4-ാം ക്ലാസ് മദ്രസ അക്കാലത്ത് നമ്മുടെ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഏകദേശം ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് 30 കൊല്ലങ്ങൾക്ക് മുമ്പ് മദ്രസയിൽ പഠിച്ചിട്ടുള്ള എല്ലാ കുട്ടികൾക്കും കിട്ടാവുന്ന മതപഠനം 4-ാം ക്ലാസ് 5-ാം ക്ലാസ് ആലോചിച്ച് നോക്കുക. അത് തന്നെയുള്ളൂ. ഇപ്പോഴാണ് പിന്നെ ഇപ്പോൾ അടുത്ത കാലത്തുള്ള വർത്തമാന കാലങ്ങളിലാണ് 7-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സും ഒക്കെ മദ്രസയിൽ വന്നത്. അപ്പോൾ അക്കാലത്ത് 3-ാം ക്ലാസ്സിൽ തോറ്റിട്ടുള്ള 4-ാം ക്ലാസ്സിൽ തോറ്റിട്ടുള്ള ഇവർക്ക് ഖുർആനെ കുറിച്ച് എന്താണ് അറിയുക? ഒരു വസ്തുവും അവർക്കറിയില്ല. അതുപോലെ നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ എന്തിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ പാണക്കാട് തങ്ങൾ കുടുംബം ഇപ്പോൾ ഓടിയെത്തിയിരിക്കുന്നു? എന്തിനു വേണ്ടി? മതസൗഹാർദ്ദം. അതാണ്, മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ കയറി ഊണ് കഴിക്കുന്നു എന്നതാണ് ഇപ്പോൾ വലിയ വാർത്ത. ആ ഊണങ്ങോട്ട് കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ടേ ഉള്ളൂ. അതോടുകൂടെ തന്നെ പാണക്കാട് തങ്ങളുടെ സമുദായമായ ആ മുസ്ലിമീങ്ങളെ കുറിച്ച് ഇനിയൊന്നും പറയാൻ ബാക്കില്ല RSS നേതാവ്.